നമുക്കിന്ന് ഈ പീച്ചിങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. പീച്ചിങ്ങയും പരിപ്പും കൂടെ ചേർത്തൊരു കറി ഉണ്ടാക്കാവേ. അതിനായിട്ട് നമുക്ക് പീച്ചിങ്ങ, ഞാൻ പകുതി പീച്ചിങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇത്രയും അളവ് നമുക്ക് മതിയാകും. ഇത് നല്ലവണ്ണം തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് പരിപ്പാണ്. പരിപ്പ് ഞാൻ കുതിരാനായിട്ട് വെച്ചേക്കുവാണ്. നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ച് അതും കൂടെ നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. നന്നായിട്ട് തൊലിയെല്ലാം ചെത്തിക്കളയണം. പിഞ്ച് പീച്ചിങ്ങ വേണം നമ്മളെടുക്കാനായിട്ട്. കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല, ടേസ്റ്റും കാണത്തില്ല. പിഞ്ചാണ് നമുക്ക് കറി വെക്കാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ട് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് പീസസ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങ, അതുപോലെ നമുക്ക് കുറച്ച് ചെറിയ ജീരകം വേണം, ക്യൂബിൻ സീഡ്സ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. നമ്മുടെ അരിപ്പോട് റെഡി ആയിട്ടുണ്ട്, അരപ്പും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പും വേവിച്ച് റെഡി ആയിട്ടുണ്ട്, വേവിച്ച പരിപ്പ്. അതുപോലെ തന്നെ നമ്മുടെ പീച്ചിങ്ങ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കറി ഉണ്ടാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2-3 ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ കടുകും നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. നമുക്കൊന്ന് മാറി ഇന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ. ചെറിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് സവാള ചേർക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കളറെല്ലാം ചേഞ്ചായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയുള്ള കുഞ്ഞുള്ളിയെല്ലാം നമ്മുടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സവാള ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് സവാള എളുപ്പം വാടി കിട്ടും. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അടുത്തായിട്ട് ബാക്കിയുള്ള ചേരുവയെല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്നും ബ്രൗൺ കളറായി വരട്ടെ. സവാളയുടെ പച്ചമണം എല്ലാം മാറി ഒന്നും ബ്രൗൺ കളറാകുമ്പോൾ കളറൊന്ന് ചേഞ്ച് ആയാൽ മതി. നമുക്ക് അടുത്തായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിനി തീ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി മതി, കാരണം നമ്മൾ അടുപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി. അപ്പം എരി കൂടി പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചേർത്താൽ മതി. അതുപോലെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം എല്ലാം മാതനം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നമുക്ക് അടുത്തതായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനി നമുക്ക് അല്പം തീ കൂട്ടി വയ്ക്കാം.
തക്കാളി എല്ലാം ഒന്ന് വാടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇതിനകത്ത് സവാളയും പൊടികളുടെയും കൂടെ തക്കാളിയും നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഈ ക്വാണ്ടിറ്റി എല്ലാം കുറയത് ഒന്ന് വെന്ത് വാടി വരുമ്പോൾ തന്നെ ഇനിയിപ്പോൾ അത് ഹാഫ് പോർഷൻ ആവും. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിനി മൂടി തുറന്ന് നോക്കാം. എല്ലാം പാകമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി നോക്കിയായിരുന്നേ. കാരണം വെള്ളമുണ്ടോ എന്ന് നോക്കണമല്ലോ. ജ്യൂസുണ്ട്, പീച്ചിങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അടുക്കി പിടിക്കുമെന്ന്. എന്നാലും ഞാനൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയും പീച്ചിങ്ങയും എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. അരപ്പുമെല്ലാം മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം നമ്മുടെ മിക്സായിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരുന്നല്ലോ, ആ അരപ്പ് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അരപ്പിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറണം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് നമ്മുടെ പരിപ്പ് വേവിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അല്പനേരം ഒന്ന് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനകത്ത് ഉപ്പെല്ലാം പാകത്തിനുണ്ടോയെന്നെല്ലാവരും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എൻ്റെ ഇപ്പോൾ കറിക്ക് ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പെല്ലാം ആഡ് ചെയ്യണം. നന്നായി തിളച്ച് വരട്ടെ. നമ്മുടെ കറിയെല്ലാം പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് ലൂസായിട്ട് വേണം. കാരണം പരിപ്പായതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് നല്ല തിക്കാവും. അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. മറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.